ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അനുയായികളോട് സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, ഏറ്റവും മോശമായ കളവ് എന്താണെന്നറിയുമോ? ഏറ്റവും മോശമായ കളവ് എന്താണെന്നറിയുമോ സഹാബ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുക. കളവിൽ തന്നെ മോശമായതുണ്ട്, ഏറ്റവും മോശമായത്. കളവെന്ന് പറയുന്നത് മോശമായതാണ്, ആ കളവിൽ മോശമായത് ഏതാണ്? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു അലം റസൂലു. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഏറ്റവും മോശമായ കളവെന്ന് പറയുന്നത് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് ആ നിസ്കാരത്തിൽ മോഷ്ടിക്കുന്നവനാണ്, നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവനാണ്, അവന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതാണ് ഏറ്റവും മോശമായ കളവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിൽ കളവ് നടത്തുക, അതാണ് ഏറ്റവും വലിയ മോഷണം, ഏറ്റവും വലിയ മോഷണം, ഏറ്റവും വലിയ കളവ്, ഏറ്റവും ചീത്തയായ കളവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു മഹാൻ പാടിയത്, ലാ തൻസ അന്നല്ലാഹ നാദിറു ഖൽബക വഹുറഹു വശുഹൂദഹു ലക ഫൈജിലാ. നീ മറന്നു പോകല്ലേ പൊന്നുമോനെ, നിന്റെ ഹൃദയത്തെ അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ചിന്ത ഒരിക്കലും നീ വിട്ടുപോകരുത്, നീ മറന്നു പോകല്ലേ. നിന്റെ ഹൃദയത്തെ അള്ളാഹു താല നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. കൈകെട്ടിയിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോഴേ, കൈകെട്ടി നമ്മൾ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞ കൈകെട്ടിയിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹു ഒരുത്തൻ കാണുന്നുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ ഖൽബിൽ വേണം. അള്ളാഹുവിന്റെ ആ ഒരു സാമീപ്യം നമ്മുടെ മുന്നിലുണ്ട്, നിലടുക്കൽ അള്ളാഹുവിന്റെ സാമീപ്യമുണ്ട്. അവൻ അപ്രത്യക്ഷമാണെങ്കിലും നമ്മുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. അവൻ നിന്നെ കാണുന്നത് പോലെ, നിങ്ങൾ അവരെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. ഇതാണ് ഇബാദത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലെ നിഷ്കളങ്കത, നമുക്ക് ഹൃദയ സാന്നിധ്യം, നമുക്കൊരു അള്ളാഹുവിന്റെ മുന്നിലേക്ക്, എന്റെ റബ്ബിന്റെ മുന്നിലാണല്ലോ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അപ്പൊ നമ്മുടെ നിസ്കാരത്തെ നമ്മൾ ശ്രദ്ധിക്കും. തക്ബീർ ചൊല്ലുമ്പോ, ഫാത്തിഹ ഓതുമ്പോ, സൂറത്ത് ഓതുമ്പോ, ദിക്റുകൾ ചൊല്ലുമ്പോ ഒക്കെ ആ ഇബാദത്തുകളിൽ ഉടനീളം നമ്മളെ ശ്രദ്ധ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ കൽബിൽ വരണം. ലാ തൻസ അന്നല്ലാഹ നാദിറു ഖൽബക വഹുറഹു വശുഹൂദഹു ലക ഫൈജിലാ. നിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ സാമീപ്യമുണ്ട്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള വിചാരത്തിൽ നീ നിസ്കരിച്ചു നോക്ക്. ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയും ആ നിസ്കാരത്തിൽ നിനക്കൊരു വീഴ്ചകളും സംഭവിക്കില്ല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.